ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം കർമ്മയോഗസ്യ പ്രവൃത്തിലക്ഷണസ്യ തദ്വിപരീതേന നിവൃത്തിലക്ഷണേന പരമാർത്ഥസന്യാസേന കീദൃശം സാമാന്യം അംഗീകൃത്യ തദ്ഭാവഃ ഉച്യത്തെ ഇതി അപേക്ഷായാം ഇദം ഉച്യത്തെ. കർമ്മയോഗസ്യ പ്രവൃത്തിലക്ഷണസ്യ തദ്വിപരീതേന നിവൃത്തിലക്ഷണേന പരമാർത്ഥസന്യാസേന കീദൃശം സാമാന്യം അംഗീകൃത്യ തദ്ഭാവഃ ഉച്യത്തെ ഇതി അപേക്ഷായാം ഇദമുച്യത്തെ. അപ്പം അവിടെ കർമ്മയോഗം പ്രവൃത്തി ലക്ഷണമാണ്. എന്ന് വെച്ചാൽ കർമ്മങ്ങളെ ഈശ്വരാർപ്പണഭാവേന അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം. എന്നാൽ കർമ്മസന്യാസമാകട്ടെ നിവൃത്തി ലക്ഷണമാണ്. അവിടെ സമ്പൂർണമായി കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും വിരുദ്ധങ്ങളാണ്, വിപരീതങ്ങളാണ്. ഒരിക്കലും ഒരാൾക്കൊന്നിച്ചനുഷ്ഠിക്കാൻ പറ്റുന്നതല്ല. തീർത്തും വിപരീതങ്ങളാണ്, വിരുദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന കർമ്മയോഗത്തിന് നിവൃത്തി ലക്ഷണമായ സന്യാസത്തോട് എന്ത് സാമാന്യം കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത്? അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി സ്വസന്യാസി എന്ന് പറഞ്ഞത് എന്ത് വകയിലാണ്? എങ്ങനെയാണ് വിരുദ്ധമായതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒന്നാണെന്ന് പറയുന്നത്? ഇതാണ് ചോദ്യം. മറുപടി: അസ്തി പരമാർത്ഥ സന്യാസേന സാദൃശ്യം കർത്തൃദ്വാരകം കർമ്മയോഗസ്യ. അസ്തി പരമാർത്ഥ സന്യാസേന സാദൃശ്യം കർത്തൃദ്വാരകം കർമ്മയോഗസ്യ. യോ ഹി പരമാർത്ഥ സന്യാസി സഹ ത്യക്ത സർവകർമ്മ സാധനതയാ സർവകർമ്മ തദ്ഫല വിഷയം സങ്കല്പം പ്രവൃത്തിഹേതു കാമകാരണം സന്യസ്യതി. അയമപി കർമ്മയോഗി കർമ്മ കുർവാണ ഏവ ഫലവിഷയം സങ്കല്പം സന്യസ്യതി ഇത്യേതമർത്ഥം ദർശയൻ ആഹ നഹി യസ്മാത് അസന്യസ്തസങ്കല്പഃ അസന്യസ്തഃ അപരിത്യക്തഃ ഫലവിഷയഃ സങ്കല്പഃ അഭിസന്ധിഃ യേന സഹ അസന്യസ്തസങ്കല്പഃ കശ്ചന കശ്ചിദപി കർമ്മി യോഗി സമാധാനവാൻ ഭവതി ന സംഭവതി ഇത്യർത്ഥഃ. ഫലസങ്കല്പസ്യ ചിത്തവിക്ഷേപഹേതുത്വാത്. അപ്പൊ പറയാണ്, പരമാർത്ഥ സന്യാസത്തോടുകൂടെ കർത്തൃദ്വാരകമായ സാദൃശ്യം യോഗത്തിനുമുണ്ട്. അപ്പൊ യോഗവും സന്യാസവും വിരുദ്ധമാണ്, നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചു. ഭിന്നങ്ങളാണ്, വിപരീതങ്ങളാണ്, ഞാൻ സമ്മതിച്ചു.
ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും സന്യാസവും യോഗവും ഒന്നല്ല. എന്നാൽ കർത്താവിനാൽ ചെയ്യപ്പെടുന്നതായ ഒരു സാദൃശ്യം, കർത്തൃദ്വാരകമായ ഒരു സാദൃശ്യം രണ്ടും തമ്മിലുണ്ട്. അതെന്താ? അത് പരമാർത്ഥ സന്യാസി സർവകർമ്മങ്ങളെയും പരിപൂർണമായി ഉപേക്ഷിച്ചിരിക്കുന്നു, അതിൻ്റെ ഫലസങ്കല്പത്തെയും ഉപേക്ഷിച്ചിരിക്കുന്നു. കർമ്മത്തെ ഉപേക്ഷിച്ചു, ഫലസങ്കല്പത്തെ ഉപേക്ഷിച്ചിട്ടില്ല വെച്ചാൽ അയാൾ മിഥ്യാചാരനാണ്. അതല്ല, ഫലസങ്കല്പത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു, കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ കർമ്മയോഗിയാണ്. അപ്പൊ കർമ്മസന്യാസി കർമ്മത്തെയും ഉപേക്ഷിച്ചിരിക്കുന്നു, തദ്ഫലസങ്കല്പത്തെയും ഉപേക്ഷിച്ചിരിക്കുന്നു. അയമപി ഇവനാകട്ടെ, ഇയാളാകട്ടെ, ആര്? കർമ്മയോഗി. കർമ്മ കുർവാണ ഏവൻ, കർമ്മത്തെ ചെയ്യുന്നവനാണ്. പക്ഷേ ഫലവിഷയം, സർവകർമ്മ തദ്ഫലവിഷയം സങ്കല്പം പ്രവൃത്തിഹേതു കാമകാരണം സന്യസ്യതി. സാമാന്യമായി പ്രവൃത്തിഹേതു കാമകാരണമായിരിക്കുന്ന ഫലവിഷയമായ സങ്കല്പത്തെ സന്യസിച്ചിരിക്കുന്നു. അപ്പൊ സന്യസിക്കുക എന്നുള്ളത് സാമാന്യമാണ്. സന്യാസം പരമാർത്ഥമല്ല അവിടെ. സത്യം പറഞ്ഞാൽ ഗൗണമെന്ന് പോലും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞു, പ്രശംസാർത്ഥം അർജുനനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയും മറ്റും പറയുന്ന ഭാഗമായിട്ട് എടുത്താൽ മതി എന്നുള്ളത്. ഇതാണ് അതിൻ്റെ സാമ്യം. ഈ സാമ്യം വെച്ചുകൊണ്ടാണ് നഹി അസ്മാത് അസന്യസ്ത സങ്കല്പ അസന്യസ്ത അപരിത്യക്ത ഫലവിഷയ സങ്കല്പ. ഫലവിഷയമായ സങ്കല്പം പരിത്യജിക്കാത്തവൻ ആരായാലും യോഗിയാവില്ല. യോഗിയാവണമെങ്കിൽ ഫലവിഷയമായ സങ്കല്പത്തെ സന്യസിച്ചിരിക്കണം. അപ്പോൾ അയാൾ കർമ്മത്തെ സന്യസിച്ചിട്ടില്ലെങ്കിൽ പോലും ഫലവിഷയമായ സങ്കല്പത്തെ സന്യസിച്ചതുകൊണ്ട് സന്യസിക്കുക എന്ന സാമാന്യം രണ്ടുപേരിലും ഉണ്ട്. വ്യക്തമാണല്ലോ. ഫലസങ്കല്പം ചിത്തവിക്ഷേപഹേതുവായതുകൊണ്ട് ഫലവിഷയമായ സങ്കല്പം ചിത്തവിക്ഷേപത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഫലവിഷയമായ സങ്കല്പമുള്ള കാലത്തോളം ഒരാൾക്കും സമാധാനവാനാകാൻ പറ്റില്ല, സമാധാനം ഉണ്ടാവാൻ സാധിക്കില്ല. നമ്മളൊക്കെ സമാധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കും, എന്നിട്ടോ സങ്കല്പിച്ചുകൊണ്ടിരിക്കും. എത്ര കാലം മനസ്സിൽ സങ്കല്പങ്ങളുണ്ടോ അത്രയും സമാധാനം ഉണ്ടാവില്ല. ഇത് സമാധാനം ഉണ്ടാവണേ എന്നുള്ള സങ്കല്പം തന്നെ സമാധാനക്കേടാവും, ഇല്ലേ? എല്ലാ സങ്കല്പങ്ങൾ അടങ്ങിയാൽ സമാധാനം പോയി, പിന്നെ ഒന്നുമില്ല, വിഷമമില്ല, ദുഃഖമില്ല, ക്ലേശമില്ല, ഒന്നുമില്ല. അവിടെ പരിപൂർണ സമാധാനസ്ഥിതിയായി. അതാണ് തസ്മാത് യഹ കശ്ചന കർമ്മി സന്യസ്തഫലസങ്കല്പഃ ഭവേത് സ യോഗി സമാധാനവാൻ അവിക്ഷിപ്തചിത്തഃ ഭവേത്. ചിത്തവിക്ഷേപഹേതോഃ ഫലസങ്കല്പസ്യ സന്യസ്തത്വാത് ഇത്യഭിപ്രായഃ. അതുകൊണ്ട് അതുകൊണ്ട് യാതൊരാളാണോ കർമ്മി, കർമ്മ സന്യാസം ചെയ്തിട്ടില്ല, കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുണ്ട്, വിഹിതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുണ്ട്, എന്നാൽ സന്യസ്ത ഫലസങ്കല്പ, ഇതിൻ്റെ ഫലം എനിക്ക് വേണം, അതെനിക്ക് വേണം, ഇതിൻ്റെ ഫലം എനിക്ക് വേണം എന്നുള്ള സങ്കല്പങ്ങളെ, ഫലസങ്കല്പങ്ങളെ സന്യസിച്ചിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. അയാൾ യോഗിയായിത്തീരുന്നു. ആ യോഗി സമാധാനവാനാണ്. അവിക്ഷിപ്തചിത്ത, അവൻ്റെ ചിത്തത്തിന് വിക്ഷേപമില്ല, വിക്ഷേപ കാരണമില്ല. ചിത്തവിക്ഷേപം വരുമ്പോൾ സമാധാനം പോയി.
സ്വച്ഛമായ ജലാശയത്തിൽ ഓളം വരുന്നത് പോലെയാണ്. സ്വച്ഛമായ ജലാശയത്തിൽ ഒരോളവും ഇല്ല. എന്നതിൽ ചെറിയൊരു കല്ലോ ഒരു ഇലയോ ഒരു എന്തെങ്കിലും ഒരു സാധനം വീണ് കഴിഞ്ഞാൽ ഉടനെ ഓളം വന്നു. ചെറിയൊരു കാറ്റിൻ്റെ തരംഗം മതി ഓളം വന്നു. നമ്മളെയും മനസ്സിതുപോലെയാണ്. ഓരോ സങ്കല്പങ്ങളും വീഴുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് വിക്ഷേപമായി. ഓരോ വിക്ഷേപവും തരംഗങ്ങളെ ഉണ്ടാക്കും. പിന്നെ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ച് അവിക്ഷിപ്ത ചിത്ത ഭവേത് ചിത്തവിക്ഷേപഹേതു ഫലസങ്കല്പസ്യ സന്യസ്തത്വാദിത്യ അഭിപ്രായ. ഒരിക്കലും വിക്ഷേപമില്ലാത്ത സമാധാനപൂർണമായ ചിത്തത്തോടു കൂടി അവൻ തീരുന്നു. എന്തുകൊണ്ട്? ഫലസങ്കല്പ വിഷയമായിരിക്കുന്ന വിക്ഷേപങ്ങളെ മുഴുവൻ സന്യസിച്ചതുകൊണ്ട് അയാൾ ശാന്തനായി യോഗിയായിരിക്കുന്നു. ഏവം പരമാർത്ഥ സന്യാസ കർമ്മയോഗയോ കർത്തൃദ്വാരകം സന്യാസ സാമാന്യം അപേക്ഷ്യ. ഏവം പരമാർത്ഥ സന്യാസ കർമ്മയോഗയോ കർത്തൃദ്വാരകം സന്യാസ സാമാന്യം അപേക്ഷ്യ യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ. ഇത് കർമ്മയോഗസ്യ സ്തുത്യർത്ഥം സന്യാസത്വം ഉക്തം. ഇങ്ങനെ പരമാർത്ഥ സന്യാസ കർമ്മയോഗങ്ങൾക്ക് തമ്മിൽ കർത്തൃദ്വാരകമായ സാമാന്യത്തെ സ്വീകരിച്ചുകൊണ്ട്. ഏതാ കർത്തൃദ്വാരകമായ സാമാന്യം? ഉപേക്ഷിക്കുക എന്നുള്ളത്. എന്തുപേക്ഷിക്കുക എന്നുള്ളത്? സന്യാസിയെ സംബന്ധിച്ച് കർമ്മം ഉപേക്ഷിക്കുക, കർമ്മയോഗിയെ സംബന്ധിച്ച് ഫലസങ്കല്പം ഉപേക്ഷിക്കുക. രണ്ടും രണ്ടാ. പക്ഷെ രണ്ടായാലും ഉപേക്ഷിക്കുക എന്നുള്ളതുണ്ട്. ആ സാമാന്യം മാത്രം എടുത്തിട്ടാണ് ഹേ അർജുന, യാതൊന്നിനെ സന്യാസം എന്ന് പറയുന്നുവോ അതിനെ യോഗമെന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് പറയുന്നത്. ഇത് കർമ്മയോഗത്തെ സ്തുതിക്കാൻ വേണ്ടിയാ. സ്തുത്യർത്ഥം, സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ കർമ്മയോഗത്തെ സ്തുതിക്കുന്നത്? അതിലേക്ക് അർജുനനെ പ്രചോദിപ്പിക്കാൻ വേണ്ടി, പ്രചോദിപ്പിക്കാൻ വേണ്ടി. ധ്യാനയോഗസ്യ ഫലനിരപേക്ഷഃ കർമ്മയോഗഃ ബഹിരംഗം സാധനമിതി തം സന്യാസത്വേന സ്തുത്വാ അധുനാ കർമ്മയോഗസ്യ ധ്യാനയോഗ സാധനത്വം ദർശയതി. ധ്യാനയോഗസ്യ ഫലനിരപേക്ഷഃ കർമ്മയോഗഃ ബഹിരംഗം സാധനം ഇതി തം സന്യാസത്വേന സ്തുത്വാ അധുനാ കർമ്മയോഗസ്യ ധ്യാനയോഗ സാധനത്വം ദർശയതി. അപ്പോൾ അതിസൂക്ഷ്മമായ ധ്യാനയോഗം അന്തരംഗമാണ്. അന്തരംഗമാണ്. എന്തിനന്തരംഗമാണ്? ധ്യാനയോഗം അന്തരംഗമാണ്. എന്തിന്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സമ്യക് ദർശനം പ്രതി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മിക്കണ്ടേ? സമ്യക് ദർശനത്തിനായി കൊണ്ട് അന്തരംഗ സാധനയാണ് ധ്യാനയോഗം. അപ്പൊ ധ്യാനയോഗത്തിന്റെ ബഹിരംഗമാണ് കർമ്മയോഗം. കർമ്മയോഗം ഫലകാമന ഇല്ലാതെ ഫലനിരപേക്ഷമായി കർമ്മം ചെയ്യുന്നതാണ്. ഈശ്വരാർപ്പണ ഭാവത്തിലാവട്ടെ. അപ്പോ ഫലനിരപേക്ഷമായ കർമ്മയോഗം, ഫലനിരപേക്ഷമായ കർമ്മയോഗം ഫലത്തെ അപേക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മയോഗം ധ്യാനയോഗത്തിന്റെ ബഹിരംഗമാണ്. അതിനെ സ്തുതിച്ചു. എന്തിന്? അർജുനൻ അതിനാണ് അധികാരി എന്നുള്ളത് കൊണ്ട് അതിനെ സ്തുതിച്ചു. എങ്ങനെയാ സ്തുതിച്ചു? സന്യാസത്വേന. ഇത് തന്നെയാണ് സന്യാസം. സത്യത്തിലെ സന്യാസം അല്ല, സന്യാസത്തിൽ നിന്ന് ഭിന്നമാണ്. പക്ഷെ ഇത് തന്നെയാണ് സന്യാസം. ഇത് തന്നെയാണ് ഇവിടെ കുതിര എന്ന് പറഞ്ഞു നേരത്തെ, അല്ലേ? ഇത് തന്നെയാണ് കുതിര എന്ന് സ്തുതിച്ചു. അതുപോലെ
അപ്പം കർമ്മയോഗം ധ്യാനയോഗത്തിന് സാധനമാണ്. ധ്യാനയോഗം സമ്യക് ദർശനത്തിന് സാധനമാണ്. സമ്യക് ദർശനം സന്യാസ ലക്ഷണമാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ശരി, അതാണ് പറയുന്നത്. എങ്ങനെയാ പറയുന്നത്? ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. അതിൻ്റെ പദച്ഛേദം എന്ന് പറയാം. ആരുരുക്ഷോഹോ മുനേഹ യോഗം കർമ്മ കാരണം ഉച്യതേ യോഗാരൂഢസ്യ തസ്യ ഏവ ശമഃ കാരണം ഉച്യതേ. അപ്പം ആരുരുക്ഷു എന്ന് പറഞ്ഞാൽ ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ, ആഗ്രഹിക്കുന്നവൻ. ആരോഢും ഇച്ഛുഹു, ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവനാണ് ആരുരുക്ഷു. എന്തിലേക്കെങ്കിലും ഒന്നിൽ കയറുക, അതാണ് ആരോഹണം ചെയ്യുക. എവിടത്തേക്ക് ആരോഹണം ചെയ്യുക? യോഗം, യോഗത്തിലേക്ക്, യോഗസ്ഥിതിയിലേക്ക് ജീവിതത്തിൽ ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവന് കർമ്മകാരണമുച്യതേ, കർമ്മമാണ് കാരണം, സാധനം എന്ന് പറയപ്പെടുന്നു. ആരാൽ? ഋഷിമാരാൽ, വേദത്താൽ എന്നർത്ഥം. തസ്യൈവ, അവന് തന്നെ, അതേ ആൾക്ക്, ആർക്ക്? യോഗാരൂഢസ്യ, യോഗാരൂഢനായവന്. ഇന്നലെ ആരുരുക്ഷു ആയവനാണ് ഇന്ന് ആരൂഢനാവുന്നത്. ഈ ഇന്നലെ ഇന്നെന്ന് പറയുമ്പം ചിലപ്പോൾ ഒരു മിനിറ്റ് മതിയാവും, ചിലപ്പോൾ ജന്മങ്ങൾ വേണ്ടി വരും, അല്ലേ? ചിലപ്പോൾ ആരുരുക്ഷു ആരൂഢനാവാൻ ഒരു സെക്കൻഡ് മതിയാവും. ഒരൊറ്റ വീക്ഷണം കിട്ടിയാൽ മതി. ശരിയായ വീക്ഷണം കിട്ടി അപ്പോൾ ആരൂഢനായി. ചിലപ്പോൾ ജന്മങ്ങൾ 10 സ്റ്റെപ്പ് മുന്നോട്ട്, 8 സ്റ്റെപ്പ് പിന്നോട്ട്, 10 സ്റ്റെപ്പ് മുന്നോട്ട്, 12 സ്റ്റെപ്പ് പിന്നോട്ട്. എവിടെത്തി? തുടങ്ങിയെടുത്ത് തന്നെ. എത്ര ജന്മമായി? 4 ജന്മമായി. അത് പറയാൻ വയ്യ. പാമ്പും കോണിയും കളി പോലെ തന്നെയാണ് ഇപ്പോൾ അത്. പാമ്പും കോണിയും കളി തന്നെയാണ് ജീവിതം, എന്ത് സംശയം? പക്ഷേ ഒന്നുണ്ട്, പാമ്പും കോണിയും കളിയിൽ എന്തുകൊണ്ട് പാമ്പിൻ്റെ വായയിൽ പെട്ടു, എന്തുകൊണ്ട് കോണി കിട്ടി എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. എന്നാൽ ഭാരതത്തിൽ പ്രചരിതമായിരുന്ന വൈകുണ്ഠം കളിയിൽ അതിന് കാരണമുണ്ട്. വൈകുണ്ഠം കളി 100ാം കള്ളി വൈകുണ്ഠമാണ്. 100ാമത്തെ കള്ളി വൈകുണ്ഠമാണ്. ഓരോ കോണിയും കിട്ടുന്നത് സൽക്കർമ്മങ്ങളെ കൊണ്ടാണ്. ആ കള്ളിയിൽ സൽക്കർമ്മം ഉണ്ടാവും. അന്നദാനം, സേവ, മാതൃസേവ, പിതൃസേവ, വൃദ്ധസേവ, ഇങ്ങനെയുള്ളതിനെ കൊണ്ടാണ് കോണി കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പാമ്പിൻ്റെ വായ കിട്ടുന്നത് നുണ പറയുക, മറ്റൊരാളെ ഉപദ്രവിക്കുക, കുശുമ്പ്, പരദൂഷണം, അസൂയ ഇത്യാദി, ഹിംസ പലതും ഉണ്ട്. അപ്പോഴാണ് പാമ്പിൻ്റെ വായ കിട്ടുന്നത്.
ഇനി പാമ്പിൻ്റെ വായ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ ഇറങ്ങുക? വാലില്. പിന്നെ കളിക്കാൻ പറ്റില്ല. പിന്നെ കളിക്കണമെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും 108 പ്രാവശ്യം നമശിവായ ജപിച്ച് വരിക, 108 പ്രാവശ്യം നമോ നാരായണായ ജപിച്ച് വരിക. അത് ചെയ്താലേ കളി തുടരാൻ പറ്റൂ, അല്ലാണ്ട് അവിടുന്ന് കുലുക്കി കുത്താൻ പറ്റില്ല. അപ്പം ഈ ജീവിതം എന്നാൽ യാദൃച്ഛികതയല്ല, കാര്യകാരണ ബന്ധമുള്ളതാണ്, പുണ്യപാപയുക്തമാണ്, നമ്മുടെ കർമ്മമാണ് നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്. അല്ലാതെ ഭാഗ്യമോ ദൈവമോ അല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കളിയായിരുന്നു വൈകുണ്ഠം കളി. ഇതിന് വെറുതെ ഇതിലിപ്പോൾ കളിക്കാൻ നമുക്കൊക്കെ ഇഷ്ടം തന്നെയാണെങ്കിലും അതിനൊരു കാര്യകാരണ ബന്ധം പറഞ്ഞു തരില്ല. അത് വെറും ഒരു ഇതാണ്, ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് ശരിയല്ല. ഓരോന്നിനും കാരണമുണ്ട്. ഓരോ വീഴ്ചയ്ക്കും കാരണമുണ്ട്, ഓരോ ഉയർച്ചയ്ക്കും കാരണമുണ്ട്. വൈകുണ്ഠം കളി 100ാമത്തെ കളി വൈകുണ്ഠമാണ്. ഇപ്പം ഒന്ന് ഉണ്ടായിക്കോളൂ, അങ്ങനത്തെ കളി ഉണ്ടാക്കിയാൽ പോരെ? ഒന്ന് വരച്ചുണ്ടാക്കിയാൽ പോരെ? ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഇത് വളരെ വിദ്വാനായിട്ടുള്ള ഒരാൾ ഈ കളിയെക്കുറിച്ച് മനസ്സിലാക്കി വളരെയധികം പല 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 ഭാഗങ്ങളിൽ പ്രാചീന രേഖകൾ പരിശോധിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ച് അവസാനം അദ്ദേഹം മനസ്സിലാക്കിയതായി പറഞ്ഞിട്ടുള്ളത് കാശ്മീരത്ത് ഈ ഒരു വൈകുണ്ഠം കളിയുടെ ഒരു ഫലകം ഉണ്ടായിരുന്നു എന്നാണ്. നമുക്കുണ്ടാക്കാവുന്നതേ ഉള്ളൂ, ആർക്കും ഉണ്ടാക്കാം. അതെ അതെ, ശരി. അപ്പം അതുകൊണ്ട് യോഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവന് കർമ്മം, സൽക്കർമ്മങ്ങൾ ചെയ്യുക. എങ്ങനെ ചെയ്യുക? ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുക. അതാണ് കാരണം. എന്നാൽ അതേ ആൾ ആരൂഢനായി കഴിഞ്ഞു, ഇനി കർമ്മമില്ല, ഇനി അയാൾക്ക് ശമമാണ്. എല്ലാ കർമ്മങ്ങളും ഉപശമിച്ച പ്രശാന്ത സ്ഥിതി തന്നിൽ താനായിരിക്കുന്നു. അപ്പം പ്രവൃത്തി നമ്മളെ നിവൃത്തിയിലേക്ക് എത്തിച്ചു, സർവകർമ്മ സന്യാസത്തിലേക്ക് എത്തിച്ചു. അവിടെ ശാന്തിയായി. ത്യാഗാശാന്തിർ അനന്തരം. ത്യാഗത്തിൽ നിന്ന് ശാന്തി തന്നെയാണ് കൈവരുന്നത്. അതാണ് ശമം. നോക്കൂ, ആരുരുക്ഷോഹോ ആരോഢും ഇച്ഛതഃ അനാരൂഢസ്യ ധ്യാനയോഗേ അവസ്ഥാതുമശക്തസ്യ ഏവ ഇത്യർത്ഥഃ. കസ്യ ആരുരുക്ഷോഹോ മുനേഃ കർമ്മഫലസന്യാസിനഃ ഇത്യർത്ഥഃ. കിം ആരുരുക്ഷോഹോ യോഗം കർമ്മ കാരണം സാധനം ഉച്യതേ. യോഗാരൂഢസ്യ പുനഃ തസ്യ ഏവ ശമ ഉപശമഃ സർവകർമ്മഭ്യഃ നിവൃത്തിഃ കാരണം യോഗാരൂഢത്വസ്യ സാധനം ഉച്യതേ ഇത്യർത്ഥഃ. യാവത് കർമ്മഭ്യ ഉപരമതേ താവത് നിരായാസസ്യ ജിതേന്ദ്രിയസ്യ ചിത്തം സമാധീയതേ. തഥാ സതി സ ഝടിതി യോഗാരൂഢോ ഭവതി. തഥാ ച ഉക്തം വ്യാസേന നൈതാദൃശം ബ്രാഹ്മണസ്യാസ്തി വിത്തം യഥൈകതാ സമതാ സത്യതാ ച ശീലം സ്ഥിതിർദണ്ഡ നിധാനമാർജവം തതസ്തതശ്ചോപരമക്രിയാഭ്യഃ ഇതി. ആരുരുക്ഷോഹോ ആരോഢും ഇച്ഛതഃ അനാരൂഢസ്യ ധ്യാനയോഗേ അവസ്ഥാതും അശക്തസ്യ ഏവ ഇത്യർത്ഥഃ. കസ്യ ആരുരുക്ഷോഹോ മുനേഃ കർമ്മഫല സന്യാസിനഃ ഇത്യർത്ഥഃ. കിം ആരുരുക്ഷോഹോ യോഗം കർമ്മ കാരണം സാധനം ഉച്യത്തെ. യോഗാരൂഢസ്യ പുനഃ
തസ്യേവ ശമഃ ഉപശമഃ സർവകർമ്മഭ്യഃ നിവൃത്തിഃ കാരണം യോഗാരൂഢത്വസ്യ സാധനം ഉച്യത്തെ ഇത്യർത്ഥഃ. യാവത് യാവത് കർമ്മഭ്യഃ ഉപരമത്തെ താവത് താവത് നിരായാസസ്യ ജിതേന്ദ്രിയസ്യ ചിത്തം സമാധീയതേ തഥാ സതി സഹ ഝടിതി യോഗാരൂഢോ ഭവതി. തഥാ ച ഉക്തം വ്യാസേന നൈതാദൃശം ബ്രാഹ്മണസ്യാസ്തി വിത്തം യഥൈകതാ സമതാ സത്യതാ ച ശീലം സ്ഥിതിർദണ്ഡനിധാനമാർജവം തതശ്ചോപരമക്രിയാഭ്യഃ ഇതി. അവ പറയാണ്, ആരുരുക്ഷുവിന് ആരോടും ഇച്ഛത, ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവന്. അപ്പൊ ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവനാണെങ്കിൽ ഒരു വിഷയം ഉറപ്പാണ്. എന്താണ്? ഇപ്പൊ അനാരൂഢനാണ്. കേറിയവൻ കയറാൻ ഇച്ഛിക്കൂലല്ലോ. അപ്പൊ കയറാൻ ഇച്ഛിക്കുന്നവൻ കയറാത്തവനാണ്. അതുകൊണ്ട് അനാരൂഢനാണ്. അനാരൂഢനായിരിക്കുന്ന ആൾക്ക് ധ്യാനയോഗേ അവസ്ഥാതുമശക്തസ്യ, ധ്യാനയോഗത്തിൽ തന്നെ ഉറച്ചിരിക്കാൻ അശക്തനായ ആൾക്ക്. വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ മനസ്സടങ്ങാതെ ഞാൻ ധ്യാനിയാണെന്ന് പറഞ്ഞതുള്ള കാര്യമുണ്ടോ? ഒരു പ്രയോജനമല്ല. ഞാൻ ധ്യാനിക്കുകയാണ്. എന്താ ധ്യാനം? ഇത്ര സമയമായി ഞാൻ ധ്യാനിക്കണമെന്നാവോ അല്ലേ? സമയം വൈകി പോവുമോ? ചായ ഉണ്ടാവുമോ അത് കഴിഞ്ഞാൽ? ഇന്നിപ്പോൾ ഒന്നും സമയത്തിനല്ല, രാവിലെ തൊട്ട് എന്നൊക്കെ സമയം തെറ്റിയിട്ടാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ചർച്ചയുടെ സമയം ഇയാൾ അപഹരിക്കുകയോ? എന്താണ് ചെയ്യണത്? ധ്യാനം. നല്ല കാര്യമുണ്ടോ? ആ സമയത്ത് സുഖമായിട്ട് എന്തെങ്കിലും പണിയെടുത്തൂടെ? അപ്പം ധ്യാനയോഗത്തിൽ അസമർത്ഥനായിട്ടുള്ള ആൾക്ക്, അശക്തനായിട്ടുള്ള ആൾക്ക്, എങ്ങനെയുള്ള ആൾക്ക്? ആരുരുക്ഷോഹോ, ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവന്, മുനേഹേ, മുനിക്ക്, മനനശീലന്, കർമ്മഫല സന്യാസിനഹ, കർമ്മഫലത്തെ സന്യസിക്കുന്നവന്. കർമ്മസന്യാസി ആയിട്ടില്ല, കർമ്മഫലത്തെ സന്യസിക്കുന്നവന്. കിം ആരുരുക്ഷോഹോ, എന്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവന്? യോഗം, യോഗത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവന് കർമ്മമാണ് സാധനം. അയാൾ ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി കർമ്മം ചെയ്യണം. കർമ്മങ്ങളെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. എന്നാൽ യോഗാരൂഢസ്യ പുനതസ്യൈവ, അതേ ആൾക്ക് യോഗാരൂഢനായി കഴിഞ്ഞാൽ ഇപ്പം നിയമം മാറി. ഉപശമഃ സർവകർമ്മഭ്യഃ നിവൃത്തി, എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിവൃത്തി. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, സ്വാമി ഞാൻ സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കാനായോ? സന്യസിക്കാനായോ? എന്താ മറുപടി? ഇല്ല എന്നാ മറുപടി. കർമ്മങ്ങൾ കൊഴിഞ്ഞു പോണ ആൾക്ക് ചോദ്യം ഉണ്ടാവുമോ? എനിക്ക് മൂത്രം ഒഴിക്കാനായോ? എന്താ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇല്ല എന്നാണ് മറുപടി. മൂത്രം ഒഴിക്കാനായിച്ചാൽ അപ്പം പോയി മൂത്രം ഒഴിച്ചോളും, വേറെ ആളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു തീ പോലെ നല്ല ചുമന്ന് നിൽക്കുന്ന ലോഹത്തിൽ കൈ തൊട്ടുപോയി, അമ്മേനോട് ചോദിക്കണോ കൈ വലിക്കാനായോ? അമ്മേ, എന്താ ഗുരുനാഥ ഞാൻ കൈ വലിക്കട്ടെ ചോദിക്കോ? ഇല്ല. ആ തോട്ടലും വലിക്കലും കഴിഞ്ഞു, അവിടെ ചോദ്യമില്ല.
ഒരു ചോദ്യമില്ല. അപ്പം ആരെങ്കിലും വന്ന് നമ്മളോട് ഞാൻ സന്യസിക്കാനായോ എന്ന് വെച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, ഇല്ല. ഞാൻ സന്യസിക്കട്ടെ? പറ്റില്ല. സന്യസിക്കാൻ അധികാരി അയാൾ ഒരുത്തനോടും ചോദിക്കാൻ നിൽക്കില്ല. ആരോട് ചോദിക്കാനാ? അവിടെ ഉപശമമാണ്. അപ്പോൾ യോഗാരൂഢത്വസ്യ സാധനം സർവകർമ്മഭ്യ നിവൃത്തി. അങ്ങനെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിവൃത്തനായി സന്യാസനിഷ്ഠയിൽ കഴിയുന്നതാണ് ആ യോഗാരൂഢനായി നിലനിൽക്കാനുള്ള സാധനം. അവിടുന്ന് പിന്നെയും കുത്തിത്തിരിപ്പുണ്ടാക്കരുതെന്നർത്ഥം. അവിടെ ശമം, എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞു. ശ്രദ്ധിക്കുക. എത്രയെത്ര കർമ്മങ്ങളിൽ നിന്ന് ഉപരമിക്കുന്നുണ്ടോ അത്രയും നമ്മൾ നിരായാസനാവും. എത്രയെത്ര കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ അത്ര പൊല്ലാപ്പ് കൂടും. അങ്ങനെ നിരായാസനായി കഴിഞ്ഞാലോ അവൻ്റെ ചിത്തം സമാഹിതമായി തീരും. ജിതേന്ദ്രിയനായിട്ടുള്ള അയാളുടെ ചിത്തം സമാഹിതമായി തീരും. സമാധീയതേ. അപ്പോഴോ എളുപ്പം യോഗാരൂഢനാവും. നമ്മൾ പല പല കർമ്മങ്ങളെ പല ഭാഗത്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? സമാധാനത്തിനാണ്, സന്തോഷത്തിനാണ്, ശാന്തിക്കാണ്. ശാന്തിക്ക്, സമാധാനത്തിന്, സന്തോഷത്തിന്, ഇതൊക്കെ ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ എന്നാണ്. സത്യത്തിൽ എന്താണ്? ഇതൊക്കെ ഒന്ന് വിട്ടുനോക്കിയാൽ സന്തോഷമായി. അപ്പം ഇതൊക്കെ പിടിച്ചു വെച്ചിരിക്കണ സന്തോഷത്തിനാ. വാസ്തവത്തിൽ സന്തോഷത്തിന് എന്താ വേണ്ടത്? ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വിടുക, അത്രേ ഉള്ളൂ. പക്ഷെ തോന്നണ്ടേ? തോന്നൂല. ഒരു ആള് വലിയ വിരക്തനായി സന്യാസമാർഗത്തിലേക്ക് ഇറങ്ങി. വീട്ടിൽ സന്യാസമാർഗത്തിലേക്ക് ഇറങ്ങി അങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അപ്പോൾ അവിടുന്ന് സന്ദർഭവശാൽ 1-2 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോണ്ടി വന്നു. എവിടെയാണോ എത്തിപ്പെട്ടത് അവിടുന്ന് 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഫോൺ ചെയ്തു, സ്വാമി ഇങ്ങനെ ഞാനൊരു ആശ്രമത്തിലാണ്, ഒരു സന്യാസമാർഗത്തിൽ വീട് വിട്ട് ഇറങ്ങിയ ആളാണ്. സന്തോഷം. അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒരാൾ വന്നൂലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ഇപ്പം ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു അനിശ്ചിതമാണ് എൻ്റെ പോക്ക്. അപ്പോൾ എൻ്റെ ലഗേജൊക്കെ ഒന്ന് തൽക്കാലം കൊണ്ടുവയ്ക്കാൻ ഒരു സ്ഥലം തരുമോ? ഞങ്ങൾ ഒരു വിരോധമില്ല, നിങ്ങൾ ലഗേജൊക്കെ കൊണ്ടുവച്ചോളൂ. കാരണം വീട് വിട്ട് സന്യാസമാർഗത്തിൽ ഇറങ്ങിയ ആളല്ലേ. അപ്പോൾ എത്രയപ്പോൾ ലഗേജ് ഉണ്ടാവാൻ പോകണത്? ഞാൻ സങ്കല്പിക്കണത് ചെറിയൊരു സൈഡ് വഴിക്ക് വല്ലതും ഉണ്ടാവുന്ന. നോക്കുമ്പോൾ ബാല്യജാതി പെട്ടികളുണ്ട്. ഈ ഇതിൻ്റെ മെറ്റലിൻ്റെ വലിയ പെട്ടികൾ, ആജാതി പെട്ടികൾ നമ്മൾ കാണാൻ പട്ടാളക്കാരുടെ അടുത്തൊക്കെയാണ് കാണുന്നത്. ആജാതി പെട്ടി 3-4 ഉണ്ട്. അപ്പം ഇതൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ വീട് വിട്ടത്. അതെ സ്വാമി, ഒരു ഉപയോഗം ആയതൊക്കെ പിന്നെ ഇല്ലാണ്ടായ വിഷമാവില്ല വെച്ചിട്ട്. അത് സത്യം, തമാശ പറയല്ല. കാരണം വഴിയിൽ ഇപ്പം എന്തൊക്കെ ആവശ്യം വരികയെന്നറിയോ? ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? വഴിയിൽ ഇപ്പം എന്തൊക്കെയാണ് ആവശ്യം വരികയെന്നറിയോ? അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. കമ്പിളി ഉണ്ട്, സാധനങ്ങൾ മുഴുവനുണ്ട്. കമ്പിളി ആവശ്യമാണ് ഈ യാത്രയിൽ. പക്ഷേ പണ്ട് തൊട്ടേ പഠിച്ച പുസ്തകങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. എന്തൊക്കെ സാധനങ്ങളാ ഭഗവാനെ, ഒന്നും പറയണ്ട. അയാളെ സ്കൂളിൽ നിന്ന് കിട്ടിയ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റുകളുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം പിന്നെ ആവശ്യം വന്നാലോ. ഏതായാലും അവിടെ വെച്ചു. വെക്കാൻ നമ്മൾ സ്ഥലം കൊടുത്തു. സത്യം പറയുക, കള്ളം പറയല്ല. സ്ഥലം കൊടുത്തു. കുറേ കാലം കഴിഞ്ഞു പിന്നെ അയാൾ അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി. അല്ല, എന്തായാലും അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി, അത്രയല്ലേ പറയണുള്ളൂ. ഗുജറാത്ത് ആശ്രമത്തിലായിരുന്നു വെച്ചത്. അവിടുന്നൊക്കെ എടുത്ത് കൊണ്ടുപോയി.
സമാധാനം. എടുത്ത് കൊണ്ടുപോയത് സമാധാനം. ഏതായാലും ശരി. അപ്പം അതുകൊണ്ട് ഇതും ഇരിക്കട്ടെ, ഇല്ലേ? ഞാനൊക്കെ ഉപേക്ഷിച്ച് പോവാണ്. ഞാൻ പോണ പോക്കിൽ നോക്കുമ്പോഴാണ് ഓരോന്ന് തോന്നുന്നത് ഇതൊരു ഉപകാരപ്പെടും, അത് ഉപകാരപ്പെടും. ശരി. അത് വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ബ്രാഹ്മണന് ഇതുപോലത്തെ സമ്പത്ത് വേറെയില്ല. ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് പറയുകയാണ്. ഒരു ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഒരു ബ്രാഹ്മണൻ ഇതുപോലെ സമ്പത്ത് വേറെ ഇല്ല. എന്താണത്? യഥാ ഏകത. ഏകത എന്താണ്? ഒറ്റയ്ക്ക്, കൂട്ടുകെട്ടില്ലാണ്ട്, കമ്പനി ഇല്ലാണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക. അവിടെ സ്ത്രീ സഹായം ആവശ്യമില്ല. ധ്യാനം, സഞ്ചാരം, സ്ത്രീ സഹായം എന്ന് പറഞ്ഞാൽ പുരുഷ സഹായം എന്ന് മനസ്സിലായിക്കൊള്ളണം. വിപരീത ലിംഗം. ഏകത, ഒറ്റയ്ക്ക്. പിന്നെ സമത, എവിടെയും സമഭാവം. എല്ലാവരിലും സമഭാവം, എല്ലായ്പ്പോഴും സമഭാവം. സുഖം, ദുഃഖം, മാനം, അപമാനം, ശീതം, ഉഷ്ണം, പൂജ, പരിഭവം, സ്തുതി, നിന്ദ, ഇങ്ങനെ ഏത് ദ്വന്ദ്വം വന്നാലും സമഭാവം, സമത്വം. സത്യത, സത്യനിഷ്ഠ. അപ്പൊ ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ സമ്പത്താ പറയണത്. ഏകത, സമത, സത്യത, ശീലം, സുശീലം. ദുശീലം പറയില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ശീലം എന്ന് പറഞ്ഞാൽ സുശീലം. ശീലമാണ് ഏറ്റവും പ്രധാനം. ശീലം, മറ്റതൊക്കെ നമുക്ക് കൃത്രിമമായിട്ട് പലതും അഭിനയിക്കാൻ പറ്റും. അതല്ല, ശീലമാണ്. ശീലം സഹജമാണ്. ശീലം. സ്ഥിതി, അത് ശരീരത്തിൻ്റെ ആട്ടമില്ലായ്മയല്ല പറയണത്. ഉറച്ചിരിപ്പ്. തൻ്റെ നിഷ്ഠയിൽ, തൻ്റെ വീക്ഷണത്തിൽ, തൻ്റെ സാധനയിൽ ഉറച്ചിരിപ്പ്. എന്ത് വന്നാലും കുലുങ്ങില്ല. അതാണ് സ്ഥിതി. ദണ്ഡനിധാനം, മറ്റാരെയും ഉപദ്രവിക്കാതിരിക്കുക, മറ്റാരെയും ദണ്ഡിക്കാതിരിക്കുക. ദണ്ഡനിധാനം. സർവോപരി ആർജവം, നേരെ വാ നേരെ പോന്നുള്ള സ്വഭാവം. ഇതാണ് ഒരു ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇതുപോലെ ബ്രാഹ്മണന് വേറെ സമ്പത്തില്ല. തതഃ ഉപരമക്രിയാഭ്യ. പിന്നെയോ എല്ലാ ക്രിയകളിൽ നിന്നും പിന്തിരിയൽ, ക്രമമായുള്ള ഉപരമിക്കൽ. ഇതാണ് ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വ്യാസഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രിയകളിൽ നിന്ന് ഉപരമിക്കുന്നതിനനുസരിച്ച് ശാന്തി പ്രാപിക്കും. അപ്പോൾ ധ്യാനയോഗ സാമർഥ്യം വരും. ധ്യാനയോഗ സാമർഥ്യത്തിലൂടെ, അന്തരംഗ സാധനയിലൂടെ സമ്യക് ദർശന നിഷ്ഠയിലേക്ക് ഉയരും. അപ്പം അവിടെ ഒരു സംശയം, എപ്പോഴാണ് യോഗാരൂഢൻ, ആരാണ് യോഗാരൂഢൻ എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ പഠിച്ച ഭാഗമാണ്. ഇവിടെ ഭാഷ്യം വായിക്കണമെന്നേ ഉള്ളൂ. ഭാഷ്യം ഇല്ലാണ്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇതൊക്കെ പഠിച്ചില്ലേ? ശരി, സന്തോഷം. നമ്മൾ വളരെ വളരെ പിന്നിലാണ്. സ്പെഷ്യൽ ക്ലാസ്സിനൊന്നും സമയമില്ല. ശരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ
ഗുരവേ നമഃ. ഓം